ഏകദേശം 1940-കൾ തുടങ്ങിയേ ഇവിടെ ആൾക്കാർ വന്ന് സ്കീ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ 3 മണിക്കൂറത്തെ യാത്ര മുകളിലോട്ടുള്ള ഹിൽ ക്ലൈമ്പിങ്ങിന് ശേഷമാണ് ഇത്തരത്തിൽ സ്കീയിങ് ചെയ്യാൻ പറ്റുമായിരുന്നത്. നല്ല സ്ലോപ്പും കാര്യങ്ങളൊക്കെയുള്ള മലയായതുകൊണ്ട് തന്നെ സ്കീയിങ്ങിന് നല്ല അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കിയതോടെയാണ് 1954 സ്കീയിങ്ങിന് വേണ്ടിയുള്ള ഒരു ട്രാക്ക് ഇവിടെ ഉണ്ടാക്കുകയുണ്ടായത്. റോഡ് മാർഗം നമുക്ക് ഈ ഷിംബുലാക്ക് മലയുടെ മുകളിലേക്ക് എത്താൻ കഴിയുമെങ്കിലും ഇത്തരത്തിലുള്ള കേബിൾ കാറ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 2011 അപ്പോൾ ഏകദേശം ഒരു 4500 മീറ്റർ നീളം വരുന്ന കേബിൾ കാർ ലൈനാണ് ഇവിടെയുള്ളത്. അങ്ങനെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും മുകളിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ധാരാളം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേക്കും കുറച്ച് പേരൊക്കെ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. DSLR ക്യാമറകളിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം അവരുടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളെന്ന് വെച്ചാൽ ഒരു ക്യാപ്പച്ചീനോ കോഫി, പൊട്ടാറ്റോ ബോൾസ്, പിന്നെ ഡോണർ. ഇവിടെ ടിക്കറ്റിംഗ് ഏരിയയിൽ പ്രത്യേകിച്ച് ടോയ്ലറ്റും കാര്യങ്ങളൊന്നും കണ്ടില്ല. അതേസമയം ഞാൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിൽ ആണ് ടോയ്ലറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്ത് തരുള്ളൂ. ധാരാളം ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടിരുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും കാണുന്നത് റഷ്യക്കാരാണ്. പിന്നെ ഇവിടുത്തെ കസാക്കിസ്ഥാനിലെ തന്നെ സ്കീയിങ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ പിള്ളേരുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് തണുത്ത് പോകും. ഇത്രയും തണുപ്പുള്ള ഏരിയയല്ലേ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഒരാൾക്ക് ഞങ്ങൾക്കായത് ഏറ്റവും ടോപ്പിൽ പോകാൻ 6500 ടെങ്കിയാണ് ഒരാൾക്ക് വന്നത്. അതായത് നമ്മളുടെ നാട്ടിലെ ഏകദേശം ഒരു 1100 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നു 3 സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ പീക്കിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി കയറണം രണ്ടാമത്തെ കേബിൾ കാറിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞിട്ട് ആദ്യം ഒരു പ്രാവശ്യം കൂടെ മാറി കയറണം. ഓരോ പീക്കിൽ പോകുമ്പോഴും അതിൻ്റേതായ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വയസ്സായവരെയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഫസ്റ്റ് പീക്ക് ചെന്നിറങ്ങുന്ന ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. കാരണം അവിടെ നിന്ന് മുകളിൽ പോകും തോറും നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു ഫിലിപ്പീൻകാരനായിരുന്നു. അപ്പോൾ അയാളും അതേ ക്യാമറയിൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു യൂട്യൂബറാണോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്, ഫിലിപ്പീനുകാരനാണ്, ദുബായിൽ നിന്നാണ് വരുന്നത്, ഞാൻ യൂട്യൂബറൊന്നുമല്ല, മെമ്മറീസിന് വേണ്ടി ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. ഇവിടെ സ്കീയിങ് സീസൺ തുടങ്ങുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബർ ടു ഏപ്രിൽ വരെയാണ് ഇവരുടെ സ്കീയിങ് സീസൺ വരുന്നത്. അതുകൂടാതെ ഈ കേബിൾ കാറാണ് ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് കേബിൾ കാർ ഇൻ ദ വേൾഡ്. അപ്പം അങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താണെന്ന് ഞങ്ങൾക്ക് അത്ര മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലെ നിലയിൽ പല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൂടെ ഞങ്ങൾ ഇത് 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് 1 ഡേ പോയി വരികയാണ്. അൽമാട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം നമുക്ക് രാവിലെ ഒരു 9 മണിക്കുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 മണി 4 മണിയാവുമ്പോഴേക്കും തിരിച്ചെത്താവുന്നതാണ്. ഏകദേശം ഒരു 6-7 മണിക്കൂറാണ് ഇത്തരത്തിലുള്ള കേബിൾ കാറിൻ്റെയും പിന്നെ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നീക്കി വയ്ക്കേണ്ട സമയം. അപ്പോൾ ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗെയിം ഓഫ് ത്രോൺസിൽ ജോൺ സ്നോ ഒക്കെ നടന്നിരുന്ന ആ ഒരു ട്രാക്ക് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ റോഡും മാർഗമുണ്ട്, പക്ഷേ ഈ കേബിൾ കാറിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും മനോഹരമായുള്ള ആ ഏരിയൽ വ്യൂ കിട്ടുന്നത്. നമ്മളുടെ കേബിൾ കാറൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പേടി തോന്നില്ല. പിന്നെ ഈ താഴെ സ്നോ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അത്ര അധികം എനിക്ക് പേടി തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലേഷ്യയിൽ ഇതുപോലെ കേബിൾ കാറിൽ പോയി കഴിഞ്ഞപ്പോൾ കുറേ പാറക്കെട്ടുകളായിരുന്നു, അതിൽ ഇച്ചിരി പേടി തോന്നുന്നുണ്ടായിരുന്നു. ഇടയ്ക്കുന്നൊക്കെ ഞാൻ കണ്ണൊക്കെ അടച്ചിരുന്നിരുന്നു. സ്നോ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മലേഷ്യയിലെ ഇത് വെച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സേഫാണെന്ന് തോന്നി. എല്ലാം വെള്ളപ്പുതപ്പ് പോലെ പുതച്ച് കിടക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹിൽ സ്റ്റേഷനിലെത്തി. അങ്ങനെ 3 ഹിൽ സ്റ്റേഷനാണുള്ളത്. അതിലെ ഫസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നമ്മൾ എത്തുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേസമയം ഇവിടെ നിന്നാണ് നമ്മളുടെ സ്കീയിങ്ങിൻ്റെ ഫസ്റ്റ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്കീയിങ് ചെയ്യുന്നവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഇവിടെ നിന്ന് നമ്മളുടെ സ്കീയിങ് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാർസ് ഉണ്ട്. ആ കേബിൾ കാർസ് വഴി ഏറ്റവും മുകളിലേക്ക് പോകാവുന്നതാണ്. അതേസമയം നമ്മളെപ്പോലെയുള്ള സ്കീയിങ് ചെയ്യാത്ത ടൂറിസ്റ്റിനാണെങ്കിൽ ഇവിടെ നിന്ന് ക്ലോസ്ഡ് കേബിൾ കാർസ് തന്നെ ഉണ്ട്. നിങ്ങൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഫസ്റ്റ് ഹിൽ സ്റ്റേഷൻ വരെ വന്നാൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് അവരെ സേഫായിട്ട് ഇരുത്തിക്കൊണ്ട് നമുക്ക് മുകളിൽ പോയി കണ്ട് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ സെയിം വേ തന്നെയാണ് തിരിച്ചു വരുന്നതും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടെ സേഫായിട്ട് അവരെ ഇരുത്തി പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു ഫോഗ് അടിക്കുന്ന പോലെ ഒരു സംഭവം കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കീയിങ് ചെയ്ത ട്രാക്കുകൾ ആദ്യം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അത് സ്കീയിങ് ചെയ്യാത്ത ട്രാക്കുകളിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളം അടിച്ചു കൊടുത്തിട്ട് സ്കീയിങ് ട്രാക്കുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 ട്രാക്കുകളാണ് ഇവിടെ അൽമാട്ടിയിലുള്ളത്. അപ്പോൾ ഈ 3 ട്രാക്കുകളിലും ഓരോ ട്രാക്ക് ഓപ്പൺ ആക്കുമ്പോൾ ബാക്കിയുള്ള 2 ട്രാക്കുകൾ നമ്മളുടെ വെള്ളം പോലെയുള്ള സാധനം അടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മഞ്ഞ കളറ് ഉപകരണമാണ് അതിന് ഉപയോഗിക്കുന്നത്. അതേസമയം മുന്നിലുള്ള ഗൊണ്ടോള കാണാം, കേബിൾ കാർ കാണാം. അപ്പോൾ ആ കേബിൾ കാറിൽ കുറേ പേരൊക്കെ സ്കീയിങ് ചെയ്യാൻ മുകളിലത്തെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതേസമയം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് സ്കീയിങ് ഉണ്ട്. ഒന്ന് നമ്മളുടെ 2 കാലിലും 2 സ്കേറ്റിംഗ് ബോർഡ്സ് വെച്ചുള്ള ഒരു സ്കീയിങ് മെത്തേഡ് ഉണ്ട്. അതാണ് ബിഗിനേഴ്സ് ചെയ്യുന്നത്. അതേസമയം കുറച്ച് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ബോർഡിൽ നമ്മളുടെ ആ വടി പോലത്തെ സംഭവമൊന്നും ഇല്ലാത്ത ഒരു സ്കീയിങ് മെത്തേഡും കൂടെ ഉണ്ട്. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മെത്തേഡാണ്. അപ്പോൾ നമ്മളുടെ ഈ കാണുന്നത് 2 റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ റഷ്യക്കാരാണ്. അവർ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽമാട്ടിയിലേക്ക് വന്നതാണ്. ഏകദേശം -14 ഡിഗ്രിയിൽ ഞങ്ങളുടെ കൈയൊക്കെ വിറച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ റഷ്യക്കാരനോട് ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ തണുപ്പത്ത് ഇതുപോലെ സ്കീ ചെയ്യുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിൽ ഞങ്ങൾക്ക് -80 ഡിഗ്രി സെൽഷ്യസും പിന്നെ ഇതിലും വലിയ സ്കീയിങ് ട്രാക്കാണ്. അപ്പോൾ അവിടെ സ്കീയിങ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് അത്ര വലിയൊരു തണുപ്പായിട്ട് തോന്നുന്നില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അതുകൂടാതെ അവർ അവരുടെ നാട്ടിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റും ചെയ്തു. സ്കീയിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിളായിട്ട് സ്കീയിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ട്രാക്കാണ് നമ്മളുടെ ഷിംബോലിക് മലനിരയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും ഭയങ്കര ചാർജാണ് സ്കീയിങ്ങിന് മേടിക്കുന്നത്. അതേസമയം ഇവിടെ 7000 ടെങ്കയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ നാട്ടിലെ ഒരു 1100 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. ഈ ചാർജിനുള്ളിൽ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ഓഫ് സ്കീ ചെയ്യാവുന്നതാണ്.
ഇവിടെ ടിക്കറ്റ് വരുന്നത് രാവിലെ ഒരു 9 മണി തൊട്ട് 12 മണി വരെ ഒരു ടിക്കറ്റും, അതേസമയം 12 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ വേറൊരു രീതിയിലുള്ള ഒരു ടിക്കറ്റും ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ കേബിൾ കാറിൽ കയറി മുകളിൽ പോയി നമുക്ക് സ്കീ ചെയ്ത് താഴെ വരാം. അപ്പോൾ അത് അൺലിമിറ്റഡ് ടൈംസാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കീയിങ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇപ്പോൾ കൈയൊക്കെ മരവിക്കണ പോലെയുണ്ട്. ശരിക്കും നല്ല കാറ്റും അടിക്കുന്നുണ്ട്. നല്ല മരവിച്ച് ഇതായി. ഇത് സെക്കൻഡ് സ്റ്റേഷനാണ്. ഇനിയുണ്ട് ഒരെണ്ണം കൂടെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും മുകളിലെത്തിയത്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ മൈനസൊക്കെ കണ്ടു തുടങ്ങി. ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഗ്ലൗസ് വേണോ എന്ന് ചോദിച്ച വൈഫിനെ ശ്രദ്ധിക്കാതെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ ഫ്രീസ് ചെയ്ത് ഐസും കട്ട പോലെയായി. പിന്നെ എനിക്ക് കൈ മടക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്ര അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വൈഫിനെ കൊണ്ട് ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടിയിപ്പിച്ചു. പക്ഷേ എനിക്ക് സ്റ്റിൽ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇടാതെയാണ് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൗസ് ഊരി ഇടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് സ്റ്റേഷനിൽ നിന്ന് തേർഡ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നമ്മളുടെ കേബിൾ കാർ യാത്രയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും തണുപ്പായിട്ട് കൈ ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ ഏറ്റവും മുകളിൽ നമ്മളുടെ ഷിംബുലിക് മലനിരയിലെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2200 മീറ്റർ സീ ലെവലിന് മുകളിലാണ് ഈ ഷിംബുലിക് മലയുടെ ഏറ്റവും മുകളിലെ പീക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഊട്ടി എവിടെയാണോ ഇരിക്കുന്നത് അത്ര ഉയരത്തിലാണ് ഈ ഷിംബുലിക് മലനിര ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കസാക്കിസ്ഥാനിലെ ഷിംബുലാക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും മുകളിലത്തെ പീക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അത്ര കാറ്റടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ സ്റ്റേഷനിൽ അത്രയും പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ രണ്ടാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എൻ്റെ കൈ ഫ്രീസായി പോയി. കൈ അനക്കാൻ പറ്റില്ല, അതുപോലെയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. സൂപ്പർ വ്യൂ. ഇനിയിപ്പോൾ കശ്മീർ കാണേണ്ട ആവശ്യമില്ല അല്ലേ? അതിലും അടിപൊളി സ്ഥലം കണ്ടു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു റഷ്യക്കാരനുണ്ടായിരുന്നു. അപ്പോൾ റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ ഇതിലും തണുപ്പാണ്. -80 വരിക എന്ന് പറയണത് അവിടുത്തെ ഇതേപോലെയുള്ള പ്ലേസിൽ. അപ്പോൾ ആളായിട്ടൊരു നല്ലൊരു ചാറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾ പറയുന്നത് ഇത് ഭയങ്കര ചെറുതാണെന്ന്, അവരുടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതാണെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇഗ്ലൂ പോലെയുള്ള സംഭവം കണ്ടത്. അതൊരു കഫേയാണ്. ഇവിടെ നമ്മളെ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. കുറേ ടൂറിസ്റ്റും പോകുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവിടെ സ്ലിപ്പായി വീണതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡൗട്ടാണ് ഇത്രയും ദൂരം അവളെ കൊണ്ട് നടത്താൻ പറ്റുമോയെന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കേബിൾ കാർ വഴി താഴേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു പീക്കാണ് ഈ ഷിംബുലിക് എന്ന്. നമ്മൾ കഷ്ടപ്പെട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ട്രക്കിങ്ങോ കാര്യങ്ങളോ ഇതൊന്നും കഴിഞ്ഞിട്ടല്ല ഇവിടെ എത്തുന്നത്. ഏറ്റവും എളുപ്പത്തിൽ 4400 മീറ്റർ നീളം വരുന്ന നമ്മളുടെ കേബിൾ കാറിലാണ് നമ്മൾ പീക്കിലെത്തുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ് ഷിംബുലിക്. അപ്പോൾ ഞാൻ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുക, സാധാരണഗതിയിൽ ഒരു പീക്കൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരു കൊടിയൊക്കെ നാട്ടിൽ, അപ്പോൾ അങ്ങനത്തെ കൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു എൻ്റെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിച്ച് പോവാം എന്ന് തീരുമാനിച്ച് വൈഫ് കഷ്ടപ്പെട്ടിട്ടാണ് ഗ്ലൗസൊക്കെ ഊരിയത്. എന്നാലും അവൾ എടുത്തു തരാമെന്ന് സമ്മതിച്ച് ഞങ്ങൾ നേരെ ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് പോവാണ്.
ഇവിടുത്തുകാർക്ക് ഹിന്ദുസ്ഥാനി എന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ത്യനെ ഹിന്ദുസ്ഥാൻ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഭയങ്കര കാര്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് 2 ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെയാണ് ആ ചേച്ചി ചോദിച്ചത്. ഫസ്റ്റ് പോയിന്റ് അവിടെയാണ് ഇരിക്കുന്നത്. ഏകദേശം സിംബോളിക് അടിപൊളി മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുപ്പിൽ നിന്ന് കാലും കൈയും ഒക്കെ മരവിച്ച് വരുമ്പോൾ നമുക്ക് ചൂട് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു കഫേ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഏറ്റവും ചീപ്പസ്റ്റ് സാധനമെങ്കിലും മേടിക്കുന്നത് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കണം ഫസ്റ്റ് സ്റ്റേഷനിൽ മനോഹരമായ കഫേസും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നല്ലൊരു ചൂട് ക്യാപ്പച്ചീനോയും പിന്നെ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തോ വെച്ചിട്ടുള്ളൊരു സംഭവം കഴിച്ച് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാത്രയാണ് ഞങ്ങളുടെ കസാക്കിസ്ഥാൻ യാത്രേനെ ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള ഒരു യാത്ര. അതുകൊണ്ട് തന്നെ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനി ഇതുപോലെ നല്ലൊരു ട്രിപ്പ് അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി മലനിര കാണാൻ പറ്റുമോ എന്ന് തന്നെ ഉള്ള ഡൗട്ടിലാണ് ഞങ്ങൾ. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും കസാക്കിസ്ഥാൻ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാതെ ഇവിടെ വരേണ്ടതാണ്. എല്ലാവർക്കും നമ്മളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ചുകൂടെ നെക്സ്റ്റ് വീഡിയോ ബെറ്റർ ആക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ കസാക്കിസ്ഥാനിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷിംബോലിക്കിൽ നിന്ന് തിരിച്ച് അൽമാട്ടിയിലേക്ക് പോകുന്നതും അൽമാട്ടിയിലെ ഒരു ദോസ്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദോസ്തിക് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു മാളാണ്. അപ്പോൾ ആ മാളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്.